ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു പപ്പായ വ്ളോഗാണ് കേട്ടോ. പപ്പായ എന്ന് പറഞ്ഞാൽ ചെറിയ പപ്പായ ഒന്നുമല്ല, അത്യാവശ്യം വലിയ സൈസുള്ള ഒരു പപ്പായയാണ്. നമ്മുടെ വീട്ടിലുണ്ടായ പപ്പായാണ്. റെഡ് ലേഡീൻ്റെ പപ്പായ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു പ്ലാന്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വന്നിട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു സൈസുള്ളത് ആരും ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമൊക്കെ എത്ര പറഞ്ഞു കൊടുത്തിട്ടും മത്തങ്ങയാണെന്നാണ് പറയണത്. ന്യൂനോന് പഠിപ്പിച്ചു കൊടുക്കുകയാണത് പപ്പായാണെന്നും പറഞ്ഞിട്ട്. ഇതിൻ്റെ ഉൾഭാഗം മുറിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ചുവപ്പ് കളറ്, നല്ല മധുരം ഉണ്ട് കേട്ടോ അത്. പപ്പായ ഞാൻ ഫസ്റ്റ് ഇതിന്റെ കുരു കുഴിച്ചിട്ടുണ്ടാവോ? ഈ കുഴിച്ചാണ് എന്തിനു കുരു തിന്നാൻ പറ്റില്ല? ഇനി കുരു കുഴിച്ചിടാറ് എല്ലാവർക്കും തരട്ടോ. കുരു വേണം. അപ്പൊ നമുക്ക് കോക്ടെയിൽ ഉണ്ടാക്കണ്ടേ? സാധാരണ പപ്പായ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഒന്നും വേണ്ട, അവർ കഴിക്കാനൊന്നും വരലില്ല. ഇതിപ്പോൾ ഇത് കണ്ടിട്ട് അവർക്ക് തന്നെ ഒരു അത്ഭുതം. അപ്പോൾ പിന്നെ എല്ലാവരും വന്നിക്കുന്നത് മുറിക്കുന്ന സമയത്ത് അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. ഇത് അത്യാവശ്യം വലുപ്പം ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ ഓരോ പീസ് കൊടുത്തിട്ട് ബാക്കിയുള്ളതുകൊണ്ട് ഒരു കോക്ടെയിൽ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. ഈ ഒരു പപ്പായ ഉണ്ടായി തുടങ്ങിയപ്പോഴേ വിചാരിച്ചതായിരുന്നു അതുകൊണ്ട് ഒരു കോക്ടെയിൽ ഉണ്ടാക്കണമെന്ന്. കുറച്ച് മുന്നേ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഒരു കോക്ടെയിൽ കുടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അന്ന് വിചാരിച്ചതാണ് ഇതുകൊണ്ട് ഒരു കോക്ടെയിൽ ഉണ്ടാക്കി കുടിക്കണം എന്നുള്ളത്. പിന്നെ അതിൻ്റെ സീഡിനൊക്കെ നമുക്ക് കുറേ ഓർഡേഴ്സ് വന്നു കേട്ടോ. നമ്മുടെ ചുറ്റുമുള്ള വീട്ടിലെ ആളുകളൊക്കെ ഇതിൻ്റെ സീഡ് വേണമെന്ന് പറഞ്ഞിട്ട് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട്, അപ്പോൾ അതിനുള്ള സീഡൊക്കെ നമുക്ക് അവർക്ക് പെറുക്കി എടുത്തിട്ടുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പപ്പായൻ്റെ ഒപ്പം കുറച്ച് ക്യാരറ്റും കൂടി വേണം കേട്ടോ കോക്ടെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ക്യാരറ്റിൻ്റെ ഫ്ലേവർ അത്ര ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ക്യാരറ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാലും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് അതൊന്ന് അടിച്ചെടുക്കുക. പാല് നല്ല തണുത്ത കട്ട പാലാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത്. ഇനിയിപ്പോൾ പാൽ തണുപ്പില്ലെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഉറുമാമ്പഴം, വത്തയ്ക്ക, പഴം, പിന്നെ ഒരു ആപ്പിളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വാനിലയുടെ ഫ്ലേവറും കൂടി വരണം. കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ വാനിലയുടെ ഐസ്ക്രീം ഒന്ന് മിക്സ് ആക്കി കൊടുത്താലും മതി. ഞങ്ങളിവിടെ വാനില ഐസ്ക്രീമിൻ്റെ ഒരു സ്കൂപ്പ് ഗ്ലാസ്സിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഗ്ലാസ്സിലേക്ക് പാർന്ന് പിന്നെ ഐസ്ക്രീമിൻ്റെ സ്കൂപ്പും കുറച്ച് ഉറുമാമ്പഴം കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചൂടിനൊക്കെ നമ്മുടെ ശരീരത്തിന് തണുപ്പിക്കാൻ പറ്റിയ അത് അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ ഇത്. അപ്പോൾ വീട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും പപ്പായ ഉണ്ടാവും, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളി ടേസ്റ്റാണ്.